നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശി പാസ്റ്റർ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചാരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 21 വർഷമായി രാജസ്ഥാനിലെ ദൗസയിൽ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുകയാണ് തോമസ് ജോർജ്. ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് RSS, ബജരംഗദൾ, BJP, ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി, ചർച്ച പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ ബഹളമുണ്ടാക്കി. അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി. എന്നാൽ 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്നു. വലിയ ബഹളമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. വലിയ ബഹളമായിരുന്നു. അവർ വന്നിച്ച് പറയുന്ന കാര്യം ഞാൻ തരം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ആരെയും മതം മാറ്റിയിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ ആൾക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഇത് കഴിഞ്ഞ് സമാധാനമായി എന്ന് വിചാരിച്ച് പോലീസ് വളരെ പ്രൊട്ടക്ഷൻ തന്നു, സമാധാനമായെന്ന് വിചാരിച്ച് കിട്ടുന്നു. പക്ഷേ 15-ാം തീയതി എൻ്റെ പേരിൽ FIR ഇട്ടു. അത് നോൺ ബെയിലബിളാണ്, ജാമ്യമില്ലാത്ത വകുപ്പിൻ പ്രകാരം എൻ്റെ പേരിൽ FIR ഇട്ടു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ എൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ 27-ാം തീയതി അതിൻ്റെ ഹിയറിംഗ് വെച്ചിരുന്നു. 27-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അത് 1-ാം തീയതിക്ക് മാറ്റി. ഇന്ന് പിന്നെയും 4-ാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാൻ വളരെ പ്രയാസത്തിലാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. ആൽവിൻ, കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ അല്പസമയത്തിനകം വിധി വരാനിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു പരാതി വരുന്നത്. ഇത്തവണ രാജസ്ഥാനിൽ നിന്നാണ്, ദൗസയിൽ നിന്നാണ്. എന്തൊക്കെയാണ് ഈ പാസ്റ്റർക്കെതിരെ? കഴിഞ്ഞ 21 വർഷമായി അവിടെ സേവനം നടത്തുകയാണ് എന്നുള്ളതാണല്ലോ പാസ്റ്റർ പറയുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ്? ജാമ്യമില്ലാ വകുപ്പുകൾ ഉണ്ട് എന്ന് അറിയുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പാസ്റ്ററെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടോ പോലീസിന്റെ ഭാഗത്ത്? ബിന്നിലെ, നമ്മളിപ്പോൾ പാസ്റ്ററുമായി ബന്ധപ്പെട്ടപ്പോഴും പാസ്റ്റർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം വലിയ ഭയത്തിലാണ് ഉള്ളത്. അയാളിപ്പോൾ ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാസ്റ്റർ നമ്മളോട് പറഞ്ഞത് ഒളിവിലാണ്. കാര്യം മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം നടത്തി എന്നല്ല ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തോമസ് ജോർജ് എന്ന കട്ടപ്പന സ്വദേശിയാണ് അദ്ദേഹം. 21 വർഷമായി രാജസ്ഥാനിൽ ഈ ശുശ്രൂഷകൾ നടത്തുന്നയാളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ പ്രെയർ ഹോളൊക്കെ ഉണ്ട്, സ്വന്തമായി തന്നെ ഉള്ളതാണ്. അത് അഫിലിയേറ്റഡ് ആണ്, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രെയർ ഹോളാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 21 വർഷമായി ഈ രാജസ്ഥാനിലെ ദൗസയിലാണ് ഈ പ്രെയർ ഹോൾ ഉള്ളത്. അവിടെ പ്രാർത്ഥനകൾ മാത്രമാണ് നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രാർത്ഥനാ ഭവൻ എന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്ററിൽ പോലും അതിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, നിർബന്ധിത മതപരിവർത്തനം ഇവിടെ ഇല്ല എന്നുള്ളത്. ആ ഹോർഡിങ്സിൽ പോലും അല്ലെങ്കിൽ ആ ബാനറിൽ പോലും അവിടെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ജൂൺ 29-ാം തീയതിയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് എന്നുള്ളതാണ് പാസ്റ്റർ പറയുന്നത്. പാസ്റ്റർ പറയുന്നത് കഴിഞ്ഞ 29-ാം തീയതി ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ RSSൻ്റെയും BJPയുടെയും ഹനുമാൻ സേവയുടെയും ഒക്കെ ആളുകൾ, ഈ സേനയുടെയൊക്കെ ആളുകൾ ഇവരെ അവിടെ എത്തിച്ചേരുകയും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റർ നമ്മളോട് പറയുന്നത്. അദ്ദേഹം നൽകിയൊരു വിഷ്വലിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ഈ പള്ളി പൊളിക്കാൻ പോലും ആളുകൾ അവിടെ JCBയുമായും എത്തി എന്നുള്ള തരത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് പോലീസിൽ ഇവർ പരാതിപ്പെടുകയും പോലീസ് എത്തി അത് രംഗം വന്ന് വഷളാക്കുന്നത് ഉണ്ടായ സാഹചര്യമൊക്കെ ശാന്തമാക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. പോലീസ് അവിടെ ഈ വന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് മാറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത് നമ്മൾ കാഴ്ചയിൽ അത് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കഴിഞ്ഞ 29-ാം തീയതി, കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി കേസ് രാജസ്ഥാൻ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് തക്ക യാതൊരു കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് കുറ്റമായതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഭയത്തിലാണ്. അദ്ദേഹം ഏതാണ്ട് 68 വയസ്സുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയും, പാസ്റ്ററുടെ ഭാര്യയും അവിടെ തന്നെ ഒപ്പമാണ് ഉള്ളത്. അവർക്കും പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭയപ്പാടിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്, ഒളിവിലാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തോമസ് ജോർജ് എന്നുള്ള ഒരു പാസ്റ്ററാണ്. 21 വർഷമായി ദൗസയിൽ അദ്ദേഹം ഈ അവിടെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളടക്കം നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് നേരെയാണ് ഈ ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വലിയ തോതിൽ ആക്രമണത്തിന് ഒരുങ്ങിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ രാജസ്ഥാൻ പോലീസ് ശരി ഓക്കെ. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ
ഇടുക്കി കട്ടപ്പന സ്വദേശി തോമസ് ജോർജിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിലെ ദൗസ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്.